ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവയാണിത്. സാധാരണ നമ്മൾ മറ്റ് ഹൽവകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം ഇളക്കി കട്ടിയാക്കിയാണ് ഹൽവ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് വെറും അരമണിക്കൂർ സമയം മാത്രം മതി. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വേണം എടുക്കാൻ, എന്നാലേ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കാം. പൈനാപ്പിൾ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് അളന്നൊഴിക്കാം. ഇതിപ്പോൾ 3 കപ്പ് ജ്യൂസാണുള്ളത്. അത് ഹൽവ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലോറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ 1/4 കപ്പാണ്, 1/4 പൈനാപ്പിളാണ് നേരത്തെ അരിഞ്ഞെടുത്തത്. ബാക്കി പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഒന്ന് പഞ്ചസാര ഇട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഈ ഹൽവയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് മാറ്റി വെച്ച ശേഷം പൈനാപ്പിൾ ജ്യൂസ് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. മധുരം നോക്കിയ ശേഷം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറും കൂടെ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറൊക്കെ ഒഴിക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോകും. അതുകൊണ്ട് തീ കുറച്ച് തന്നെ വെക്കണം. ലോയിലും മീഡിയത്തിലും ഇട്ട് വേണം ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട്. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകിയിട്ട് ഹൽവയ്ക്ക് ടേസ്റ്റ് ഇല്ലാതാവും. പൈനാപ്പിളിൻ്റെ പച്ച ചുവയും കോൺഫ്ലോറിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം ഇത് ഇളക്കി വേവിച്ച് കട്ടിയാക്കി എടുക്കാനായിട്ട്. എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കാം. ലോയിലും മീഡിയത്തിലും മാറി ഇട്ട് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഞാനൊന്ന് മധുരം നോക്കിയപ്പോൾ കുറച്ചൊന്ന് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഒരു 1/4 കപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് വേണം ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ചുകൂടെ കട്ടിയായി വരുന്ന സമയത്ത് കുറച്ച് നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ്, ബദാമോ അണ്ടിപ്പരിപ്പോ പിസ്തയോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ വിളയിച്ച് വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കാം. ഈ പൈനാപ്പിൾ ഇതിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കാം. കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വരണം. ഇതുപോലെ ഒഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. വിട്ട് വേണം വരാനായിട്ട്. ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇതുപോലെ മതി, ഇത്രയും മതിയാകും. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിതിലേക്ക് ആകെ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഹൽവ ഒഴിക്കാം.
ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 മണിക്കൂറൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹൽവ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റാണ് ഇതിന്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയാണിതിന്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.